നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഘനശ്യാം പ്രഭു. ഞാനൊരു BCCI അമ്പയറാണ്. ഞാനൊരു അമ്പയറാണെന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു അമ്പയർ ആവുക, അമ്പയർ ആവാനായിട്ട് കളിക്കാരനാവേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു അമ്പയർ ആവാനായിട്ട് ഒരിക്കലും ഒരു കളിക്കാരനാവേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു രഞ്ജി ട്രോഫിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് അമ്പയർ ആവാനായിട്ട്. കാരണം അവർക്ക് പ്രത്യേക എക്സാം ഉണ്ട്, അവരുടെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കുറവാണ്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾക്ക് എങ്ങനെ അമ്പയർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല പാനലുകളുണ്ട്. അതായത് ഡിസ്ട്രിക്ട് പാനൽ, സ്റ്റേറ്റ് പാനൽ, നാഷണൽ പാനൽ. അപ്പോൾ ഡിസ്ട്രിക്ട് പാനൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂരുകാരനാണ്, അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പാനൽ. അപ്പോൾ ആ പാനലിൽ ആണെങ്കിൽ എനിക്ക് അവിടെയുള്ള ലീഗ് മത്സരങ്ങൾ, അവിടെയുള്ള ചെറിയ ചെറിയ ടൂർണമെൻറ്റുകൾ, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റേറ്റ് പാനൽ ആണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള മത്സരങ്ങൾ, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഈ നാഷണൽ പാനലിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു BCCI പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരാനായിട്ട് 2 എക്സാം ഉണ്ട്, ലെവൽ 1, ലെവൽ 2. ഈ ലെവൽ 1ഉം ലെവൽ 2ഉം കഴിഞ്ഞവർക്കാണ് ഈ രഞ്ജി ട്രോഫി അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക. ലെവൽ 1 എക്സാം നടത്തുന്നത് MCC ലോസിനെ ആധാരമാക്കിയാണ്. അതായത് ക്രിക്കറ്റ് കളിയുടെ ബേസിക് ലോ എന്ന് പറയുന്നത് MCC ലോ ആണ്. ലെവൽ 2 എക്സാം വരുന്നത് BCCI പ്ലേയിങ് കണ്ടീഷനെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് ഇപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ പ്ലേയിങ് കണ്ടീഷൻസ് ഉണ്ടാവും. ഓരോ രാജ്യത്തിന് മാത്രമല്ല, ഓരോ ടൂർണമെൻറ്റുകൾക്കും അതിൻ്റേതായ പ്ലേയിങ് കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് IPLന് ഒരു പ്ലേയിങ് കണ്ടീഷൻ, വേറെ രാജ്യത്തെ ലീഗിന് വേറെ പ്ലേയിങ് കണ്ടീഷൻസ്. അപ്പോൾ നമ്മുടെ BCCIയുടെ ഡൊമസ്റ്റിക് മത്സരങ്ങൾക്ക് ഒരു പ്ലേയിങ് കണ്ടീഷൻസ് ഉണ്ട്. ആ പ്ലേയിങ് കണ്ടീഷൻസിനെ അടിസ്ഥാനമാക്കിയാണ് ലെവൽ 2 എക്സാം ഉണ്ടാവുക. ലെവൽ 2 എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പ്രാക്ടിക്കൽസും ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരിക്കും. അതും കൂടെ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് MCC ലോസ് ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ആപ്പായിട്ടൊക്കെ കിട്ടാനുണ്ട് പ്ലേ സ്റ്റോറിൽ. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടോം സ്മിത്ത്സ് അമ്പയറിംഗ് ആൻഡ് സ്കോറിംഗ് എന്നുള്ളൊരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ MCC ലോസ് നന്നായി പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർ നിങ്ങൾക്ക് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ തരും. അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് ഓരോ ലെവലായിട്ട് ഡിസ്ട്രിക്ട് പാനൽ, സ്റ്റേറ്റ് പാനൽ, അങ്ങനെ നാഷണൽ പാനലിലേക്ക് പോകാം.